ഞാൻ നൗഷാദ് ബേപ്പൂര്. ബേപ്പൂര്. ബേപ്പൂര് ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ. ബേപ്പൂർ ഇന്ന് അത്യാവശ്യം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പിന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനോട് ആയപ്പം വലിയ പ്രശ്നമായി പോയി. നമ്മള് ഇലക്ഷൻ റിസൾട്ട് ഒക്കെ പറയുന്ന സമയത്ത് ബേപ്പൂര് ഇങ്ങനെ നമ്മളായിട്ട് വിറപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ സന്തോഷം നൽകുന്നവർക്കും ഇപ്പം നമ്മളെ ഈ സമൂഹത്തെ സന്തോഷം വന്നാൽ നിങ്ങൾ എന്തോ തുള്ളിച്ചാടൂ. സന്തോഷം നമ്മളെ പേരിൽ തന്നെ ആ സന്തോഷം കിടക്കുന്നതിനെ കൊണ്ട് നമുക്ക് അതിയായ സന്തോഷം നമ്മൾ മറ്റുള്ളവർ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. പൊതു സമൂഹത്തെ സന്തോഷിപ്പിക്കുക എന്നാണ് നമ്മളെ കരിയറിലെ ലക്ഷ്യം. ഓക്കെ, മൈക്കെന്ന് വെച്ചേ അതേ എന്തോ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ വീട് എവിടെയാ? എന്റെ വീട് ശ്രീമൂലനഗരം. ശ്രീമൂലനഗരം മോഹന്റെ വീടിനടുത്താണ്. മോഹന്റെ വീടിന്റെ വെളുപ്പിന് 3 മണിക്ക് ഇടിക്കും ഈ ശ്രീമൂലനഗരം മോഹൻ കേട്ടോ. നമ്മുടെ അടുത്ത സുഹൃത്താ. 4 മണി മുതൽ ഞാൻ ഉൾപ്പെടെ കുറെ ആൾക്കാർക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. അത് ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കണം. നിങ്ങൾക്കുണ്ടല്ലേ? അയ്യോ, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ആവത്തുള്ളൂ. അങ്ങേരോട് പറയണം ഇനി മെസ്സേജ് അയച്ചാ വീഡിയോ അടിക്കുന്നു. അത് ഒരുപാട് സാറ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ പറഞ്ഞു. വിജയേട്ടനൊക്കെ എന്റെ ശ്രീമൂലനഗരം വിജയൻ എന്ന് പറഞ്ഞാൽ എന്റെ ചങ്കായിരുന്നു. തീർച്ചയായിട്ടും കുടുംബം മൊത്തം ചങ്ക. ശ്രീമൂലനഗരത്തിന്റെ അഭിമാനമാണ് അവര്. പിന്നെ തീർച്ചയായിട്ടും ശ്രീമൂലനഗരത്തിന്റെ പേര് പുറത്തോട് അറിയപ്പെടാൻ കാരണക്കാരായവരിൽ ഒരാളാണ് അദ്ദേഹം അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് വേണം ഒന്ന് ഡീൽ ചെയ്തത്, അത് കുഴപ്പമില്ല. അപ്പൊ അവിടെ ജീവിതമൊക്കെ കുഴപ്പമില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ സിയാലില് എയർപോർട്ടില് ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും തീരുമാനിക്കുന്ന ആളാണോ? അല്ല, കാർഗോ സെക്ഷനിലാണ്. കാർഗോ ഇല്ല, പിന്നെ കാര്യമില്ല. ബേപ്പൂർ നൗഷാദ് പറഞ്ഞ ആളെ ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ ആണ് ഞങ്ങളെ. അത് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ബേപ്പൂര് പൊതുസമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് അന്ന്. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും മനുഷ്യന് സാധ്യമാകാത്ത ഒന്നാണ് ഈ രക്തം എന്നുള്ള സംഗതി. അത് കണ്ടെത്താൻ ഇന്ന് വരെ ഒരു മനുഷ്യൻ വേറെ സംവിധാനം ഒന്നും ഒരുക്കിയിട്ടില്ല. അത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റു മനുഷ്യനിലേക്ക് സഹായിച്ചേ മതിയാവുള്ളൂ. അത് ഈ ഒരു പൊതുസമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ഈ ഒരു കൂട്ടായ്മ രൂപീകരണം മുതൽ നമ്മളൊരു എടുത്ത തീരുമാനം. അത് കൂടെ നമ്മൾ ഈ 14 ജില്ലകളിലും നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുകയും സെറ്റപ്പ് ഉണ്ട്. നമ്മളെ കൂട്ടായ്മയിൽ നൗഷാദ് വിളിച്ചാൽ നമ്മള് പിന്നെ എന്താ വേണ്ടത്? അത് നമ്മൾ വിവിധ ജില്ലകളിൽ നമ്മള് എല്ലാ ഹോസ്പിറ്റലിലും 3 മാസത്തിലൊരിക്കൽ കൃത്യമായ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തലും ഉണ്ട്. അതിൽ കൂടെ നമ്മള് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നിന്ന് വിവിധ ജൂൺ 14 ലോക രക്തദാന ദിനത്തിൽ നമുക്ക് ഒരുപാട് ആദരവുകളൊക്കെ ഈ കൂട്ടായ്മക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെ ചെറിയ സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ 500ഓളം പേർക്ക് രക്തം നൽകിയിട്ടുണ്ട് എന്നാണ്.